അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ഫ്രോക്കിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. കോട്ടൻ്റെ നൈറ്റി മെറ്റീരിയലിൻ്റെ കട്ട് പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ എങ്ങനെയാണെന്നുള്ളത് പറയാം. നമുക്കിതിൽ പ്രത്യേകിച്ച് കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു ഫ്രോക്കിൽ ഇങ്ങനെ തന്നെ മതി. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് ഒരു 16 ഇഞ്ച് വിഡ്ത്ത് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്, 20 ഇഞ്ച് വിഡ്ത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമുക്ക് ഫ്രോക്കിൻ്റെ ആ ഒരു മെറ്റീരിയൽ കിടക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ആദ്യം ഒന്ന് നിവർത്തിയിട്ടിട്ട് നമുക്ക് ഇതിൽ ലെങ്ത്തും വിഡ്ത്ത് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു രീതിയിൽ നമ്മൾ നിവർത്തിയിട്ടിട്ട് നമുക്കിതിലൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ എന്താ ആദ്യം തന്നെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 3 ഇഞ്ച് വീതം നമ്മൾ ആകെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ 20 ഇഞ്ച് നമ്മൾ വിഡ്ത്ത് പറഞ്ഞില്ലേ, ആ വിഡ്ത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. 3 ഇഞ്ച് ലെങ്ത്തിൽ ആ ഒരു ഇഞ്ച് ഇതിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2 പീസിൽ ഒരേപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരെണ്ണത്തിൽ മാർക്ക് ചെയ്തു, മറ്റത് ഞാൻ കാണിച്ചിട്ടില്ല മാർക്ക് ചെയ്യുന്നത്. രണ്ടിലും ഇതേപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം എന്താ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം. ജസ്റ്റ് ആദ്യം ഒന്ന് അരികടിച്ചിട്ട് പിന്നെ അതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണുള്ളൂ. ഇതിൽ അതാ ഞാൻ പറഞ്ഞത്, ഇതിൽ പ്രത്യേകിച്ച് കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ തന്നെ സ്ട്രാപ്പിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കട്ട് പീസ് മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കണുള്ളൂ കേട്ടോ. വേറെ ഇതിൽ പ്രത്യേകിച്ച് കട്ടിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. ഈ ഒരു മാർക്കിങ്ങാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിതൊരു 6 മാസം തൊട്ട് 1 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അളവിലാണ് ചെയ്യണത്. അതുകൊണ്ടാണ് 20 ഇഞ്ച് വിഡ്ത്തിലെടുത്തിട്ടുള്ളത്. 20 പോരാ, ശരിക്കും കുറച്ചുകൂടി ഫ്ലെയർ ആയിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ 20നേക്കാൾ കൂടുതൽ ഒരു 24 ഇഞ്ചൊക്കെ എടുക്കണതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ 20 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 20 ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്ന വിധത്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഞാൻ അരികുവശം ഒന്ന് ആദ്യം ഒന്ന് 4 ഇഞ്ചൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് മടക്കിയിട്ട് നേരിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 2 ക്ലോത്തിലും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കണം, അത് മറക്കരുത്. രണ്ടും ഒരേപോലെ തന്നെ കിട്ടണം കേട്ടോ നമുക്ക്. അപ്പോൾ ഈ ഒരു ഫ്രോക്കൊക്കെ ഒരുപാട് തവണ നമ്മൾ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് കണ്ടിട്ടുള്ളൊരു ഫ്രോക്കായിരിക്കും. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവരും ഉണ്ടാവുമായിരിക്കും. അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും ആ ഒരു ഇത് 4 ഇഞ്ച് ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ആ ലൈനിൽ മടക്ക് വരുന്ന വിധത്തിൽ ഞാൻ എന്താ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അരികത്തുകൂടെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതിൻ്റെ അരികത്തൂടെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മോഡലിൽ 2 ഫ്രോക്കോളം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനും മെറ്റീരിയൽ ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. 2 എണ്ണം ഞാൻ ആദ്യം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ എൻഡ് വരയ്ക്കും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞാൽ ഒരു മാർക്കിങ് കൂടി, ഇതിൽ കൂടുതലും മാർക്കിംഗ് ആണ് കേട്ടോ നമുക്ക് കൂടുതലും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം, അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്കതിൽ കട്ടിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല. വളരെ സിമ്പിളായിട്ട് 10 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ. എന്നാൽ അത്യാവശ്യം റേറ്റിൽ നമുക്ക് സെയിൽ ചെയ്യാനും പറ്റുന്നൊരു മോഡലാണ് കേട്ടോ. ഇനി നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിൻ്റെ ആ ഒരു മടക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് താഴോട്ടേക്ക് ഒരു ഇഞ്ച് വീതം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ 3 ഇഞ്ച് മാർക്ക് ചെയ്തതുപോലെ തന്നെയാണ് കേട്ടോ. ആ ഒരു ലെവലിൽ തന്നെയാണ് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എൻഡ് വരേക്ക് ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ട് നമുക്കതിൻ്റെ അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ എടുത്തിട്ടുള്ള ലാസ്റ്റിക്ക് 1 ഇഞ്ചോളാണ് വിഡ്ത്ത് വരുന്നത്. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത് അതനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. അപ്പം ഞാൻ 1 ഇഞ്ചാണ് ലാസ്റ്റിക്ക് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ 3 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നത്. അതും കഴിഞ്ഞ് 1 ഇഞ്ച് ഞാൻ എന്താ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുമുണ്ട്. നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ താഴോട്ട് നമ്മളിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയണതിൻ്റെ താഴോട്ടാണ് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്താണ് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മോൾ വശം നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ അങ്ങനെ നിൽക്കും. അപ്പോൾ ഇലാസ്റ്റിക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇലാസ്റ്റിക്കിൻ്റെ വിഡ്ത്ത് ഞാൻ പറഞ്ഞല്ലോ 1 ഇഞ്ചിലാണ് ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ടായിരുന്നത്. 9 ഇഞ്ച് വിഡ്ത്തിൽ ലെങ്ത്തിൽ നമ്മൾ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
9 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഈ ഇലാസ്റ്റിക്കിനെ ഒന്ന് കടത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇലാസ്റ്റിക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റ് അളവ് എത്രയാണോ ആ ചെസ്റ്റ് അളവിൻ്റെ പകുതി നമ്മൾ രണ്ട് സൈഡിലേക്കും വേറെ വേറെയാണല്ലോ ഇടണത്. ആ പകുതി കാണുക, പകുതി കണ്ടിട്ട് അതിൻ്റെ ഒന്ന് കുറയ്ക്കുക. അപ്പോൾ നമുക്കിപ്പോൾ 20 ഇഞ്ച് ചെസ്റ്റ് അളവാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ പകുതി എന്ന് പറയുമ്പോൾ 10 ഇഞ്ചാണല്ലോ വരിക. 10 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക് എടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല കട്ടിയായിട്ട് പെട്ടെന്ന് വലിഞ്ഞു വരാത്ത ടൈപ്പാണല്ലോ 1 ഇഞ്ചൊക്കെ എന്ന് പറയുമ്പോൾ. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് നല്ല ചുരുക്കിൽ കിടക്കും ചെയ്യും കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ ഞാൻ കടത്തിയെടുത്തിട്ട് അങ്ങനെ ഞാൻ എന്താ അവിടെ ഇലാസ്റ്റിക് കടത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രണ്ടറ്റത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ പുറത്തേക്ക് എടുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ സൂചിയുള്ള ഭാഗം അവിടെ തന്നെ നിർത്തിയിട്ടുണ്ട്. മറ്റേ ഭാഗത്ത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് വിട്ട് ഉള്ളിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്ക് സൈഡിലേക്കുള്ള അടുത്ത പോർഷനും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് കേട്ടോ. ആദ്യം 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക, എന്നിട്ട് പിന്നെ അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 1 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ട് അതും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ രണ്ടും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ടുള്ള സ്ട്രാപ്പ് എടുക്കണം. സ്ട്രാപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ രണ്ട് ഭാഗവും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ ഞാൻ ബാക്ക് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് മെറ്റീരിയൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള രണ്ട് മെറ്റീരിയലും ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ഞൊറിവൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ. ഒരു ഇലാസ്റ്റിക് ചെയ്തതിൻ്റെ ഇത് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലിട്ട് സ്ട്രാപ്പിന് വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സെയിം ക്ലോത്തിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേറെ മെറ്റീരിയൽ ഇതേപോലെ തന്നെ തോന്നിക്കുന്ന മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ ഒരു 2 ഇഞ്ച് വിഡ്ത്തിലും ഒരു 9-10 ഇഞ്ചോളം ഞാൻ ലെങ്ത്തും എടുത്തിട്ടുണ്ട് കേട്ടോ. 9 ഇഞ്ച് മതി നമുക്ക് ശരിക്കും. ഞാനൊരു 10 ഇഞ്ചോളം എടുത്തിട്ടുണ്ട് എന്ന് മാത്രം. നമുക്ക് 4 ഇഞ്ചോളം നമുക്ക് അപ്പുറത്തായിട്ട് ഒരു 8 ഇഞ്ചോളം നമുക്ക് അതിൻ്റെ ലെങ്ത്ത് വേണ്ടി വരും. അതുകൊണ്ടാണ് കേട്ടോ 9 ഇഞ്ച് എടുക്കുന്നത്. പിന്നെ ഇതിനെ 2 പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, 2 ഭാഗത്തോട്ടുള്ളതായിട്ട്. എന്നിട്ട് ഇതിനെ ചീത്ത വശത്തോട്ട് ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് നല്ല വശം ഉള്ളിലോട്ട് പോകുന്ന വിധത്തിൽ മടക്കിയിട്ട് അരികത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അരികത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനൊന്ന് തിരിച്ചിട്ടെടുക്കുക കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ സ്ട്രാപ്പ് ചെയ്തെടുക്കുന്നത്. കുറച്ച് വീതിക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്ട്രാപ്പ് ചെയ്തെടുക്കുന്നത്. വെറുതെ കെട്ടുന്ന വള്ളി പോലെ അങ്ങനെ ആയിട്ടല്ല ചെയ്തെടുക്കുന്നത്. രണ്ടും അതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും വളരെ സിമ്പിളാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്യാൻ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അറിയാത്തവരുടെ അടുത്താണ് കേട്ടോ പറയുന്നത്. അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ കുറേ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിന്ന് വേറെ വല്ല വ്യത്യാസത്തിലാണ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ, കമൻ്റായിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഇതാ ഞാൻ ഇതിനെ ഒന്ന് തിരിച്ചിട്ടെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് പോലെ ഒന്നും അല്ല കേട്ടോ ഇത് എടുക്കുന്നത്. ഞാൻ ചെയ്ത ആ ഒരു കാര്യങ്ങൾ ഞാൻ ചെയ്തത് എങ്ങനെയാണോ അതുപോലെ ഒന്ന് പറയണമെന്നുള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ. അല്ലാതെ ഇത് ക്ലാസ്സായിട്ട് എടുക്കുന്നതൊന്നല്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതിനെ തിരിച്ചിട്ടെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മെഷീനിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് ആക്കി കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടില്ല ഇലാസ്റ്റിക്കൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു പോർഷനിൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ആദ്യം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് 2 ഇഞ്ച് ഇപ്പുറത്തോട്ടും ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ആ ഒരു സ്ട്രാപ്പ് അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 2 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കുട്ടികൾക്കല്ലേ വേണ്ടോ, ചെറിയ രീതിയിലല്ലേ വേണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 ക്ലോത്തിലും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് അതിലാണ് നമ്മൾ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ സ്ട്രാപ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സൈഡ് അടിക്കുക, കാര്യം കഴിഞ്ഞു കേട്ടോ. നമുക്ക് താഴ്ഭാഗം ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടില്ല, കാരണം താഴ്ഭാഗത്ത് തേര് വശം ഉണ്ടല്ലോ അതാണ് വന്നിട്ടുള്ളത്. ഈ സ്ട്രാപ്പ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം ചീത്ത വശത്തോട്ട് വരുന്ന വിധത്തിലാണ് കേട്ടോ വെക്കുന്നത്.
എന്നാലാണ് അത് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം നമുക്ക് കാണുമല്ലോ, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉള്ളിലോട്ട് പോകുന്ന വിധത്തിലാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ നന്നായി ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അടുത്ത ഭാഗത്തോട്ട് ആ സ്ട്രാപ്പിൻ്റെ മറ്റേ അറ്റം അടുത്ത ഭാഗത്തോട്ട് വരുന്ന വിധത്തിലായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റത് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യത്തെ സ്ട്രാപ്പ് വയ്ക്കുന്നത് കാണിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വീഡിയോ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഓണായിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. രണ്ടാമത്തത് വയ്ക്കുമ്പോഴാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കണത് കേട്ടോ. അപ്പോൾ ആദ്യം വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം വെച്ച് കൊടുക്കാനായിട്ട്. രണ്ടാമത്തത് പിന്നെ നമുക്ക് പ്രശ്നമില്ല, നമ്മളെങ്ങനെയാണോ വരുന്നതെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 2 ക്ലോത്തും നല്ല വശം ചേർത്ത് വെച്ചിട്ടൊന്ന് നോക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് നോക്കിയതിന് ശേഷം അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ സ്ട്രാപ്പ്. അല്ലെങ്കിൽ തിരിഞ്ഞു പോവും. തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും കേട്ടോ, നമുക്കത് വീണ്ടും അഴിച്ചിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാനായിട്ട് നോക്കുക. അടുത്ത ഭാഗത്ത് ഞാൻ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക വേണ്ട കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്നതാണ്. നല്ല എളുപ്പത്തിൽ തന്നെ, സമയം കുറവ് മതി, എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നെറ്റിലോ അല്ലെങ്കിൽ ടിഷ്യൂലൊക്കെ ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇതിപ്പോൾ ഞാൻ കോട്ടണിൽ, ഇപ്പോൾ ഈ ഒരു ടൈമിൽ കോട്ടൺ ഫ്രോക്കുകളാണല്ലോ മെയിനായിട്ട് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുക. അതുകൊണ്ട് ബാലൻസ് പീസുകളൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാലൻസ് പീസ് വരുന്നത് എന്തെങ്കിലുമൊക്കെ ആക്കി ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് താഴെ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് വീട്ടിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസുകൾ എങ്ങനെയായാലും കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ചെറിയൊരു വരുമാന മാർഗ്ഗമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ രണ്ടും ഒരുപോലെ വെച്ചിട്ട് അരികത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഞൊറിവ് പോലെ നിൽക്കുന്നതൊന്ന് നീക്കിയിട്ടിട്ട് ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഭാഗത്തൊന്ന് നീക്കിയിട്ടതിന് ശേഷം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2 ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഡബിൾ സ്റ്റിച്ചൊക്കെ കൊടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഫ്രോക്ക് വരുന്നത്. കുഞ്ഞു വാവകൾക്കൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്കല്ലേ ഈ ഒരു ഫ്രോക്ക്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടിയും ചെയ്യണേ. ഒപ്പം ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കി നോക്കാം കേട്ടോ. ബൈ.